ദേവപ്രശ്നം. സർ നമസ്തേ, ബാക്കിലേക്ക് സ്വാഗതം. ദേവപ്രശ്നവും മനുഷ്യപ്രശ്നവും ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന പല അമ്പലങ്ങളിലും പല ജ്യോതിഷന്മാരും തമ്മിൽ വാഗ്വാദം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് സർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ദേവപ്രശ്നം പ്രോപ്പറായി നോക്കി ചെയ്തു കഴിഞ്ഞാൽ തന്നെയും മെയിൻ പ്രതിഷ്ഠയ്ക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരുപാട് അമ്പലങ്ങൾ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാർക്ക് പല പല സംഭവങ്ങൾ, ദുർമരണങ്ങൾ, ഇങ്ങനെ പല സംഭവങ്ങൾ വരുന്നുണ്ട് സർ. അപ്പോൾ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ ദേവപ്രശ്നം എന്നൊരു വിഷയം ഈ പ്രശ്നമാർഗത്തിലൊരു അധ്യായം മാത്രമേ ഉള്ളൂ. അതെ, മാനുഷിക പ്രശ്നം ആണ് പ്രാധാന്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ രോഗപ്രശ്നമായിട്ടാണ് പ്രശ്നം മുഴുവൻ ചിന്ത. ഇപ്പോൾ ദേവപ്രശ്നം എന്ന് പറയുന്നൊരു വിഷയം പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്നതിൽ, ഇത് ഒരു ക്ഷേത്രത്തിൽ സാധാരണഗതി അനുസരിച്ച് ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും ജീർണതയോ, ആ ക്ഷേത്രത്തിൽ ക്ഷേത്രാതീരിതം അവിജ്ഞാതം എന്തെങ്കിലും അജ്ഞാതമായിരിക്കുന്ന വിഷയങ്ങൾ അവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ട സാഹചര്യം വരുമ്പോഴോ, എന്തെങ്കിലും ദുർനിമിത്തങ്ങളായിട്ട് ക്ഷേത്രേ മൃജനന മംഗണ മണ്ഡപാദോ മൂത്ര അസൃഗാധിപതനം പതിതാദിവേശ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നിമിത്തങ്ങൾ വരുന്ന ഘട്ടത്തിൽ ദൈവത്താൽ തന്നെ, അതായത് അവിടുത്തെ ദേവനാൽ തന്നെ ഒരു പ്രേരണയുണ്ടാവും ഇതിൻ്റെ ഭരണക്കാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ രക്ഷകർക്ക്, അതിൻ്റെ ഉത്തരവാദികളായ ആളുകൾക്ക്. കുടുംബക്ഷേത്രമാകാം, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളാകാം, കരക്കാരുടെ ക്ഷേത്രമാകാം, അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു ക്ഷേത്രത്തിലെ ദേവൻ്റെ ചൈതന്യം കുറയുകയും ആ ദേശജനങ്ങൾക്ക് ആപത്ത് ലക്ഷണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഒരു ആപത്ത് ലക്ഷണം നിമിത്തമായിട്ട് കാണിച്ചു തരും. ആ നിമിത്തമായിട്ട് കാണിച്ചു തരുന്ന ഘട്ടത്തിലാണ് ഒരു ദേവപ്രശ്നത്തിന് ആവശ്യകത ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ദേവപ്രശ്നം ആവശ്യകതയായിട്ട് വരുന്ന ഘട്ടത്തിൽ ഇതിന് ഒരു ദൈവജ്ഞനെ സമീപിക്കുന്നൊരു പ്രാധാന്യമുണ്ട്. അതെ. സംപ്രേര്യമാണസ്ത അവശ്യശരീരി പ്രസഹി ദേവേന ശുഭാശുഭേന ജ്യോതിർവിദസന്നിധിമതിയസ്മാൽ പ്രശ്നോഹിതോ ജന്മസമഫലേഷു. കാലമാകുന്ന പ്രാരബ്ധങ്ങൾ നമ്മെ പ്രേരിപ്പിച്ചിട്ടാണ് ഒരു ദൈവജ്ഞനടുത്ത് എത്തിച്ചേരുന്നതെന്നും, എത്തിച്ചേരുന്ന സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജാതകഫലം പോലെ ഇവിടുത്തെ വിഷയങ്ങളെല്ലാം ചിന്തിക്കാമെന്നുമാണ് നിയമം. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിധികർത്താവ്, നമ്മുടെ വിധാതാവാണ് ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിൽ പ്രേരണയുണ്ടായിട്ടാണ് ഒരു ദൈവജ്ഞനടുത്ത് എത്തിച്ചേരുന്നത്. എത്തിച്ചേരുന്ന സമയത്തിന് വലിയ പ്രാധാന്യമാണ്. അപ്പോൾ ദൂതനും ദൈവജ്ഞനും തമ്മിലുള്ള ആ ഒരു ആദ്യത്തെ പ്രഥമ നിവേദനം പ്രശ്ച എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. പ്രശ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നത്തിനായിട്ട് വിളിക്കുക, ചോദിക്കുക. ആ സമയത്തിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ആ സമയത്ത് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ സാധാരണഗതി അനുസരിച്ച് ആ സമയത്തെ നിമിത്തങ്ങളെല്ലാം ദൈവജ്ഞൻ കുറിച്ച് വെച്ചതിന് ശേഷം പിന്നീട് ഒരു ഡേറ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പ്രശ്നത്തിന് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല നക്ഷത്രവും നല്ല ആഴ്ചയൊക്കെ നോക്കി നമ്മൾ ദൈവജ്ഞൻ്റെയും അവരുടെയും കൂടെയൊക്കെ സമയം നോക്കിയിട്ടാണൊരു ദേവപ്രശ്നത്തിനായിട്ട് നമ്മൾ തീയതി നിശ്ചയിക്കുന്നത്. എന്നാൽ ഈ പ്രശ്നം വിളിക്കാൻ വരുന്ന സമയം അത് ഒരു ദൈവഗത്യാൽ ഉണ്ടാകുന്നതാണ്. ശരി. അവിടെയാണ് ആധാന ലഗ്നം എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു കുട്ടി പ്രസവിക്കുന്ന സമയത്തിനേക്കാൾ പ്രാധാന്യമാണ് ഈ കുട്ടി ഗർഭത്തിലുണ്ടാകുന്ന സമയം. ശരി. അപ്പോൾ അതിനാണ് ആധാന ലഗ്നം പ്രാധാന്യമായിട്ട് എടുക്കുക. അതാണ് ദേവപ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വിഷയം. അതിന് നമ്മൾ പഞ്ചാംഗം മുതലായ എല്ലാ വിഷയങ്ങളും ആ പ്രശ്നം വിളിക്കാൻ വന്ന സമയത്തിൻ്റെ ഗുണദോഷങ്ങൾ ചിന്തിക്കണം. ദൈവജ്ഞേന സമാഹിതേന സമയം, ആ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സമയത്ത് തിഥോ ശുഭായാം ശുഭദേ അനുകൂലേ താരേ ദിനേ ഭാനുശുഭഗ്രഹാണാം പൃഷ്ടേപ്സുതം ഭ്രാമൃതദാനതുഷ്ടം ജ്യോതിർവിധം പ്രാദുർവേദ് പ്രശ്യൽ. അപ്പോൾ ആ പ്രശ്നം വിളിച്ച സമയത്തുണ്ടായ നിമിത്തങ്ങൾ. ഇപ്പോൾ ദൈവജ്ഞേന സമാഹിതേന സമയം. അപ്പോൾ അതിൽ ഏറ്റവും സാധാരണ പ്രാധാന്യമായിട്ട് നമ്മളൊരു പ്രശ്നം ചിന്തിക്കുമ്പോൾ, ഒരു കുട്ടിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ ആദ്യം നക്ഷത്രമൊക്കെയാണ് പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്നത്. എന്നാൽ ഈ അഷ്ടമംഗല പ്രശ്നത്തിന് ഏറ്റവും പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്നത് അന്നത്തെ തിഥി എന്തായിരുന്നു എന്നാണ്. തിഥി എന്ന് പറയുന്നത് ഈ ശരിക്കും നമ്മൾ സൂര്യചന്ദ്രന്മാർ തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് അമാവാസി ഉണ്ടാകുന്നതും, സൂര്യചന്ദ്രന്മാർ തമ്മിൽ അകന്ന് നിൽക്കുമ്പോഴാണ് പൗർണമി ഉണ്ടാകുന്നതും. അപ്പോൾ ആ തിഥിക്കാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ഏത് തിഥിയായിരുന്നു എന്നുള്ളതാണ്. തിഥോ ശുഭായാം, നല്ല തിഥിയായിരുന്നു. ശുഭദേ, ശുഭനക്ഷത്രമായിരുന്നു. ശുഭനക്ഷത്രം എന്ന് പറയുന്നത് 10-16 നാളുകളെ ചോറ് കൊടുക്കാൻ കൊള്ളാവുന്ന നക്ഷത്രങ്ങളുള്ളൂ. അപ്പം നന്നന്നെ രോഹിണിയുമാനും ചതയം പുണർപൂയവും ഉത്തരത്രേ ത്രികം ജ്യോതി മൈത്രവും 16 നാൾ ഊൺനാളുകൾ. ഊൺനാളുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ കൊള്ളാവുന്ന നക്ഷത്രത്തിനാണ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ആ ഊൺനാളുകളാണോ, അതാണ് ശുഭനക്ഷത്രം.
അപ്പോൾ ശുഭതേന് അനുകൂലമാണോ, അതായത് ഇവിടെ പ്രശ്നം വയ്ക്കുന്ന പ്രഷ്ടാവിൻ്റെയോ ആ ദേവൻ്റെയോ നക്ഷത്രത്തിനനുസരിച്ചുള്ള ഈ വന്നിരിക്കുന്ന നക്ഷത്രം അനുകൂലമാണോ നമ്മൾ നോക്കും. ശുഭതേനുകൂലേ താരേ ദിനേ, അന്നത്തെ ആഴ്ച, ഭാനുശുഭഗ്രഹാണ, ഭാനു മുതലായ വാരങ്ങൾ, പ്രഷ്ടേപ്സത, എന്തെങ്കിലും കാഴ്ചദ്രയം വെച്ചതിന് ശേഷം മാത്രമേ പ്രശ്നം വിളിക്കാൻ പാടുള്ളൂ നിയമമുണ്ട്. കാരണം രിക്തപാണത പശ്യേത രാജാനാം ദൈവതം ഗുരും നൈമിത്തികം വിശേഷേണ ഫലേന ഫലമാതിശയിൽ. രാജാവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും തിരുമുൽ കാഴ്ച വയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. ദൈവത്തെ കാണാൻ ചെല്ലുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും കാഴ്ചദ്രയം വയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. ഗുരുക്കന്മാരെ കാണാൻ ചിലപ്പോൾ വെറ്റിലവാക്ക് എന്തെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ വിവരം പറയാറുള്ളൂ. നൈമിത്തികം വിശേഷേണ, നിമിത്തശാസ്ത്രമായിട്ട് ചെല്ലുന്ന ഘട്ടത്തിലോ എന്ത് കൊടുക്കുന്നു അതുകൊണ്ട് ഫലം പറയും. ആ ഫലേന ഫലമാതി, അതൊരു ഫലം, ഒരു താൽക്കാലിക ഫലം നമുക്ക് അന്നേരം നിശ്ചയിക്കേണ്ട വിഷയമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാഴ്ചദ്രയം ഒന്നും തരുന്നില്ല എന്നൊരിക്കലും അതിന് ഫലമുണ്ട്, കാഴ്ചദ്രയം തന്നാൽ ഫലമുണ്ട്, ഇത് രണ്ടും ഇല്ലാതെ പോകുന്ന അവസ്ഥയുണ്ട്. ഇതിനെല്ലാം ഒരു ഫലമുണ്ട്. ഇതെല്ലാം ഫലം നമ്മൾ ദൈവജ്ഞൻ ആ സമയത്ത് കുറിച്ച് വെച്ചിരിക്കുന്നു മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം ദൈവജ്ഞൻ പ്രശ്നത്തിന് പോകുന്ന സമയത്തുണ്ടാകുന്ന ദൈവജ്ഞൻ പ്രശ്നത്തിന് ഇറങ്ങുന്ന പറഞ്ഞാൽ പശ്ചാനിർഗമം, ഇറങ്ങുന്ന സമയത്തുള്ള വിഷയങ്ങൾ, മാർഗം, വഴിയിൽ വെച്ചുണ്ടാകുന്ന എന്തെങ്കിലും നിമിത്തങ്ങൾ, മന്ദിരഗതി, ക്ഷേത്രത്തിലേക്ക് കയറുക അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുക, ഈ സമയത്തുണ്ടാകുന്ന നിമിത്തങ്ങൾ, ഇതെല്ലാം ദൈവജ്ഞൻ മനസ്സിലാക്കി വെച്ചതിന് ശേഷമാണ് പ്രശ്നക്രിയാ സംഭവം എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ പ്രശ്നക്രിയാ സംഭവം എന്ന് പറയുന്ന വിഷയത്തിൽ ശരിക്കും പ്രശ്നാനുഷ്ഠാന സംഭാരങ്ങളെന്ന് പറയുന്ന കുറേ സാധനങ്ങൾ നിരത്തി വയ്ക്കും. തുമ്പപ്പൂവ്, തുളസിയില മുതലായ സാധനങ്ങൾ, ഇങ്ങനെ കുറേ 10-26 കൂട്ടം സാധനങ്ങൾ നിരത്തി വെച്ചതിന് ശേഷം അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സാധനം അത് ദൂതനോട് എടുക്കാൻ നമ്മൾ നിർദ്ദേശിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ അതിനകത്ത് ആചാര്യൻ 2 സാധനത്തിനെ ഫലം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഈ പ്രശ്നാനുഷ്ഠാന സംഭാര സമൃദ്ധോ പ്രാക്ത് ഭസ്മന ആനിധി മൃതദാർത്ഥസ്യ ദീപസ്യ അധികമുത്തമം. വിളക്കാണ് എടുത്ത് വയ്ക്കുന്നതെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ്. ഭസ്മമാണെങ്കിൽ മരണമാണ്. ജനനം മുതൽ മരണം വരെയുള്ള 10-26 കൂട്ടം ഉപാധികൾ നമ്മുടെ ജീവിതചര്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് സാധനം എടുത്ത് കാണിക്കുന്നു അതിൻ്റെ പോരായ്ക പറഞ്ഞ് പ്രശ്നം ആരംഭിക്കുന്ന സമ്പ്രദായം. അതാണ് ശരിക്കും ഈ പ്രശ്നാനുഷ്ഠാന സംഭാരങ്ങൾ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് നിരത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ദൂതനെ കൊണ്ട് വിളക്ക് കത്തിക്കും. ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമ്മൾ കുറിച്ച് വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നക്രിയ വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് രാശിചക്രം വരയ്ക്കുക. ചക്രലേഖനം എന്നൊരു വിഷയമുണ്ട്. ചക്രലേഖനം എങ്ങനെ വരച്ചു എന്നൊക്കെയുള്ള നോക്കിയതിന് ശേഷമാണ് അവിടുത്തെ ഭൂമിചക്രമിതി പ്രോക്തം എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഭൂമിചക്രമിതി പ്രോക്തം എന്ന് പറയുന്ന വിഷയം ഭൂമിയുടെ കാര്യങ്ങളൊക്കെ ആ രാശിചക്രം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും. അതല്ലാതെ തന്നെ 4 ഭാഗത്തെ ദിക്കുകൾ വരയ്ക്കുന്നതിനും 4 ഫലങ്ങളുണ്ട്. ഞാൻ ഫലങ്ങളൊന്നും പറയുന്നില്ല, സമയക്കുറവായതുകൊണ്ട് ഫലം കുറച്ച് പറയാം. ഫലം പറയുന്നില്ല. അതിന് 4 ഭാഗത്തെയും ഇത് വെച്ച് ഫലം പറയുന്നുണ്ട്.